പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് തേർഡ് ചാപ്റ്റർ പഠിക്കാം അല്ലേ? സോ വെൽക്കം ടു ലൈൻ 24. നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ട്രിഗണോമെട്രി എന്ന് കേട്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും ഒരു ടെൻഷൻ ഒക്കെ ആയി കാണും അല്ലേ? ഭയങ്കര ടഫാന്ന് വിചാരിക്കേണ്ട, എന്നാൽ സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്തോറുമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്നുകൂടി നല്ലപോലെ മനസ്സിലാവുന്നത്. സോ ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡിൽ നിന്നാണ്. ആ ഗൈഡ് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സോൾഡ് ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പെട്ടെന്ന് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഒന്നാമത്തെ ആളാണ് ആംഗിൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ നോക്കിയാലോ? നോക്കിക്കേ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എ റൊട്ടേഷൻ ഓഫ് എ ഗിവൻ റേ അബൌട്ട് ഇറ്റ്സ് ഇനിഷ്യൽ പോയിന്റ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന റേയുടെ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഉണ്ടാകുന്ന ഒരു റൊട്ടേഷൻ ഉണ്ട്. ആ റൊട്ടേഷന്റെ മെഷർ ആണ് എന്ത്? ആംഗിൾ എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന റേ ആണ് എന്ത്? ഒ എ എന്ന് പറയുന്ന റേ. ആ റേയുടെ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരു റൊട്ടേഷൻ നടക്കുന്നു. ആ റൊട്ടേഷന്റെ മെഷർ ആണ് എന്ത്? ആംഗിൾ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ആംഗിൾ എന്ത് ചെയ്തു? ഫോം ചെയ്തു. 30 ഡിഗ്രി ആവും, 45 ഡിഗ്രി ആവും, ഏത് ഡിഗ്രി വേണമെങ്കിലും ആകാം. അവിടെ എന്താണ്? ഒരു ആംഗിൾ ഫോം ചെയ്തു. ആ ആംഗിളിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ തീറ്റ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, the original side is called initial side. Original ray is called the initial side. അതായത് എവിടെ നിന്നാണോ നമ്മൾ ആ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആ സൈഡിനെ പറയുന്ന പേരാണ് ഇനിഷ്യൽ സൈഡ് ഓഫ് ദി ആംഗിൾ. ആംഗിളിന്റെ ഇനിഷ്യൽ സൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the final position of the ray after rotation is called a terminal side of the angle. അതായത് ഫൈനൽ പൊസിഷൻ ഓഫ് ദി റേ, അതായത് ഈ റേയുടെ ഫൈനൽ പൊസിഷൻ, റൊട്ടേഷന് ശേഷമുള്ള ഫൈനൽ പൊസിഷനെ പറയുന്ന പേരെന്താണ്? പറഞ്ഞേ, ടെർമിനൽ സൈഡ്. ഓക്കെ, എന്തിന്റെ? ആംഗിളിന്റെ ടെർമിനൽ സൈഡ്. റൊട്ടേഷന് ശേഷമുള്ള ഈ റേയുടെ ഫൈനൽ പൊസിഷനെ പറയുന്ന പേരാണ് ടെർമിനൽ സൈഡ് ഓഫ് ദി ആംഗിൾ. ആംഗിളിന്റെ ടെർമിനൽ സൈഡ് എന്ന്. ക്ലിയർ ആണോ? നെക്സ്റ്റ്, the point of rotation is called the vertex. ഏത് പോയിന്റിൽ നിന്നാണോ റൊട്ടേറ്റ് ചെയ്തത് ആ പോയിന്റ് ഓഫ് റൊട്ടേഷനെ പറയുന്ന പേരാണ് എന്ത്? വെർട്ടെക്സ്. അതായത് ഇതാണ് എന്ത്? ഇവിടുത്തെ വെർട്ടെക്സ്. കാരണം ഈ പോയിന്റിൽ നിന്നല്ലേ റൊട്ടേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, if the direction of rotation is anti-clockwise, the angle is said to be positive. അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ക്ലോക്കിന്റെ എങ്ങനെയാന്ന് നോക്കിയേ. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ക്ലോക്ക് ഞാൻ വരയ്ക്കാം. 1 2 3 4 5 6. ഓക്കെ, ബാക്കി നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോളാം. അപ്പൊ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ക്ലോക്ക് എങ്ങനെയാ പോകുന്നത്? ഈ ഇങ്ങോട്ടേക്കാണ് അതിന്റെ ഡയറക്ഷൻ പോകുന്നത് അല്ലേ? അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? തിരിച്ചു വരും. ഓക്കെ, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിന്റെ ഡയറക്ഷന്റെ തിരിഞ്ഞു വരും, ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കിക്കേ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദ ആംഗിൾ ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. അവിടെ കിട്ടുന്ന ആംഗിൾ പോസിറ്റീവ് ആണ്. ഇവിടെ നോക്കിക്കേ, ക്ലോക്ക് വൈസ് ആയിട്ടാണോ പോയേക്കുന്നത്? അല്ല. ഇങ്ങനാണോ പോയിരിക്കുന്നത്? അല്ല, ഇങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. തിരിച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്ന പോസിറ്റീവ് ആംഗിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ്, എന്നാൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ, നേരെയാണെങ്കിൽ, അതായത് എന്ത്? ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. then angle is negative. എന്നാൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് ആൻഡ് ആംഗിൾ. അതായത് ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് യൂണിറ്റ് ആണ്. ഒന്ന് ഡിഗ്രി മെഷറും 2 റേഡിയൻ മെഷറും. ഫസ്റ്റ് നമുക്ക് ഡിഗ്രി മെഷർ എന്താ നോക്കാം. ഇഫ് എ റൊട്ടേഷൻ ഫ്രം എ ഇനിഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ് ദാറ്റ് ഈസ് 1/360th ഓഫ് എ റെവല്യൂഷൻ, then the angle is said to have the measure of 1 degree. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറയുന്നത് 1/360th ഓഫ് എ റെവല്യൂഷൻ ആണ്. എന്നാൽ 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രി ആണ്. 1 റെവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് അതിന്റെ ഇനിഷ്യൽ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടെർമിനൽ സൈഡ് വരെ എന്ത് ചെയ്യും?
എത്തിക്കും. അതായത് അവരുടെ ഇനിഷ്യൽ സൈഡും ടെർമിനൽ സൈഡും എന്താണ്, സെയിം ആണ്. കാരണം ഇവർ ഇനിഷ്യൽ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എവിടെ തന്നെ വരും, ആ ഒരു ഇനിഷ്യൽ സൈഡിൽ നിന്ന് വരും. ഇനിഷ്യൽ സൈഡും ടെർമിനൽ സൈഡും എന്താണ്, സെയിം തന്നെയാണ്. അതായത് അവർ 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ആ 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രി ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് ഇത്ര എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രി ആണ്. ഓക്കെ, ആ ഒരു മെഷർ നമുക്കറിയാം. ഇത് നമ്മൾ തിരിച്ചു വെക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രൊട്രാക്ടർ ആണ് നമ്മളൊന്ന് തിരിച്ചു വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിക്കേ. താഴെ എന്ത് വരും, ഓക്കെ, ഇവിടെ എന്ത് ഒരു പ്രൊട്രാക്ടർ വന്നു. സോ ഇവിടെ 180 വന്നു. അതായത് ഇവർ എന്ത് ചെയ്തു, ഒരു 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ 180 + 180 എന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രി. അതായത് 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അങ്ങനാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, 1/360th ഓഫ് എ റെവല്യൂഷൻ. 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, 60 മിനിറ്റ് ആണ്. ഈ ഒരു സിംഗിൾ ഇൻവേർട്ടഡ് കോമ എന്തിനെ കാണിക്കുന്നു, മിനിറ്റിനെ കാണിക്കുന്നു. സോ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ആൻഡ് 1 മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമ സെക്കൻഡിനെ കാണിക്കുന്നു. 60 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മെഷർമെന്റ് നോക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രി ആണെന്ന് കാണിച്ചിരിക്കുകയാണ്. അതായത് 1 റൊട്ടേഷൻ എന്ത് ചെയ്തു, അവര് കംപ്ലീറ്റ് ആക്കി. 1 റെവല്യൂഷൻ അവര് കംപ്ലീറ്റ് ആക്കി. അതായത് 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്, ഹാഫ് ഓഫ് എ റെവല്യൂഷൻ, റെവല്യൂഷന്റെ പകുതി. അപ്പൊ എന്ത് വരും, 180 ഡിഗ്രി. 360യുടെ പകുതി 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ മെഷർ എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രി. ഇവരെല്ലാം എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ. ഇതെന്താണ്, ക്ലോക്ക് വൈസ് ആണോ, അല്ല. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനാണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ അവര് ആന്റി ക്ലോക്ക് വൈസ്. ഇവിടെ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ്. സോ ആംഗിൾ എന്താണ്, പോസിറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഈ മെഷർ എന്താണ്, 270 ഡിഗ്രി ആണ്. ഇവിടം വരെ നമുക്കറിയാം 180 ഡിഗ്രി. ഓക്കെ, അത് കഴിഞ്ഞൊരു 90 ഡിഗ്രിയും കൂടി അവർ പോയി. സോ 180 + 90 എന്ത് വന്നു, 270. അപ്പൊ ഇത്രയും വന്നു, 270 ഡിഗ്രി. നെക്സ്റ്റ് 360 കൊണ്ട് എന്താണ് അവസാനിക്കല്ല ആംഗിൾ. 360 കാട്ടി വലിയ ആംഗിൾസും വരാം. ഓക്കെ, അതാണ് 420 ഡിഗ്രി, ചിലപ്പോൾ 630 ഡിഗ്രി, എങ്ങനെ കുറെ വരാം. അതായത് 1, 2, 3 റെവല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പൊ എന്തവർ കംപ്ലീറ്റ് ചെയ്തു, 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. അതായത് 360 ഡിഗ്രി ഫുൾ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഇച്ചിരിയും കൂടി മുമ്പോട്ട് പോയി, ഒരു 60 ഡിഗ്രി മുന്നോട്ട് കൂടി പോയി. അതായത് 360 + 60 എത്രയാണ്, 420 ഡിഗ്രി. അതിന്റെ ആംഗിൾ ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടുത്തെ സൈൻ എങ്ങോട്ടാ, ഇവിടുത്തെ സൈൻ അല്ല, ഇവിടുത്തെ നമ്മുടെ ആ ഒരു റൊട്ടേഷൻ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്, പറഞ്ഞേ, ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അതായത് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് എന്ത് വരും, നെഗറ്റീവ് വരും. ആംഗിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് വരും. സോ -30 ഡിഗ്രി. ഡിഗ്രി നെഗറ്റീവ് വരത്തില്ല, അവിടുത്തെ ആംഗിൾ ആണ് എന്ത്, നെഗറ്റീവ് ആയിട്ട് വരുന്നത്, നെഗറ്റീവ് ആംഗിൾ. ഇനി അവിടെ എന്താണ്, ഇവിടെ നോക്കിക്കേ, ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അതായത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോയത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ വന്നപ്പം 360 ഡിഗ്രി കംപ്ലീറ്റ് ആയി, പ്ലസ് ഒരു 60 ഡിഗ്രിയും കൂടി പോയി. അപ്പൊ 420 കിട്ടി. പക്ഷെ ഇവരെന്താണ്, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അവിടുത്തെ ആംഗിൾ -420 ഡിഗ്രി ആണ്. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് ഏതായിരുന്നു, റേഡിയൻ മെഷർ. അപ്പൊ എന്താ നമുക്ക് നോക്കാം, റേഡിയൻ മെഷർ. Angle subtended at the center by an arc length of 1 unit circle is said to have measure of 1 radian. അതായത് നമ്മളൊരു യൂണിറ്റ് സർക്കിൾ എടുക്കുക. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവരുടെ റേഡിയസ് എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിൾ നമ്മൾ എടുക്കുക. ഓക്കെ, ആ യൂണിറ്റ് സർക്കിളിലെ ഒരു ആർക്കിന്റെ ലെങ്ത് ആണ് എന്ത്, 1 എന്ന്. ഓക്കെ, ഈ AB എന്ന് പറയുന്ന ആർക്കിന്റെ ലെങ്ത് ആണ് എന്ത്, 1 ആയിട്ട് എടുത്തത്. എങ്കിൽ ഈ ആർക്ക് ഈ സർക്കിളിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 റേഡിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് യൂണിറ്റ് സർക്കിൾ എടുത്തു, അത് കഴിഞ്ഞ് അതിനകത്ത് ഒരു ആർക്ക് ലെങ്ത് എടുത്തു. ആ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. എങ്കിൽ ഈ ആർക്ക് സർക്കിളിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 റേഡിയൻ ആയിരിക്കും. ഓക്കെ, 1 റേഡിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കറിയാം 1 റൊട്ടേഷൻ, അതായത് 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രി ആണ്. 1 റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ
ഇത് ഇവിടുന്ന് തുടങ്ങി എന്ത് വന്നു, ഇവിടെ വന്നു. ഓക്കെ, അതായത് സർക്കംഫറൻസ് എന്ന് പറയുന്നില്ല വൺ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ് സർക്കിള്. ഓക്കെ, അപ്പൊ എന്താണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr. വൺ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് 2πr ആണ്. വൺ റൊട്ടേഷൻ നമുക്കറിയാം 360 ഡിഗ്രി ആണ്. ഇവിടെ യൂണിറ്റ് സർക്കിൾ അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം r എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. സോ വൺ റൊട്ടേഷൻ 360 ഡിഗ്രി 2π into 1 എന്ന് വരും. ദാറ്റ് ഈസ് 2π തന്നെ. അപ്പൊ 2π ഈക്വൽ ടു 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 2നെ താഴെ കൊണ്ടുവന്നാൽ പോരെ, 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2π എന്നാണ്. ഓക്കെ, സോ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു പൈ. അതായത് 180 ഡിഗ്രി ഈക്വൽ ടു പൈ എന്ന് വരത്തില്ലേ. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, പൈ റേഡിയൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് 2-3 മെഷേഴ്സ് നോക്കാം. ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്താണ് 1 ആണ്. സോ ഈ ആർക്ക് ലെങ്ത് സർക്കിളിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് 1 റേഡിയൻ ആണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടുത്തെ ആർക്ക് ലെങ്ത് 1 ആണ്. ഓക്കെ, ഇവിടെയും ശ്രദ്ധിക്കണം, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായിരിക്കും, റേഡിയൻ മെഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ആംഗിള് എന്ന് പറയുന്നത് എന്താണ്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ, റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആംഗിൾ ഇവിടുത്തെ സൈൻ എന്ന് പറയുന്നത് ആംഗിൾ മെഷർ, റേഡിയന്റെ മെഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ആർക്ക് ലെങ്ത് എന്താണ് 1 ആണ്. 1 ആർക്ക് ലെങ്ത് ആയിട്ട് വരുന്ന ഈ ഒരു സർക്കിള്. ഓക്കെ, ഇവിടുത്തെ ആർക്ക് ലെങ്ത് 1. ഈ ആർക്ക് ലെങ്ത് നമ്മുടെ സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. പക്ഷേ ഇവിടുത്തെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ടേക്കാണ് പോയത്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ -1 റേഡിയൻ. ഇനി അടുത്ത എന്താണ്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, 1 and 1/2 ആണ്. അപ്പൊ അത് സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഈ ആർക്ക് സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് 1.5 റേഡിയൻ ആണ്. നെക്സ്റ്റ് എന്താണ്, തിരിച്ച് ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു, ഇവിടെ ക്ലോക്ക് വൈസ് ആണ്. സോ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് എന്ത് വന്നു, നെഗറ്റീവ് വന്നു. ക്ലിയർ. നെക്സ്റ്റ് നമുക്കിപ്പോ റേഡിയൻ മെഷറിലാണ് തന്നിരിക്കുന്നെങ്കിൽ അതിനെ ഡിഗ്രി മെഷറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, റേഡിയൻ മെഷർ ഈക്വൽ ടു 180 ബൈ പൈ ഇൻറ്റു ഡിഗ്രി മെഷർ. അതായത് റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് ആക്കണമെങ്കിൽ 180 ബൈ പൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പൈ ബൈ 180 ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്തും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആറും കണ്ടുപിടിക്കാൻ, തീറ്റയും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളൊരു സർക്കിൾ എടുത്തു, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. L ആണ് അവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർക്കിന്റെ ലെങ്ത് എന്താണ്, L ആയിട്ട് നമ്മൾ എടുത്തു. ഈ ആർക്ക് ലെങ്ത് ഈ സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്, തീറ്റ എന്നും എടുത്തു. എങ്കിൽ തീറ്റ, അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ആ റേഡിയൻ മെഷറിലായിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ആ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, L/R ആണ്. അവിടുന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു R തീറ്റ. അവിടെ L എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് ആണ്, R എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്, തീറ്റ ഈക്വൽ ടു ആംഗിൾ ഇൻ റേഡിയൻ മെഷർ. റേഡിയൻ മെഷറിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ എന്ന് പറയുന്നത്. ഇത് ഇത്രയും നമ്മൾ പഠിച്ചത്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ. നോക്കിക്കേ, കൺവേർട്ട് ദ ഫോളോയിങ് ഡിഗ്രി മെഷർ ഇൻറ്റു റേഡിയൻ മെഷർ. അതായത് ഈ പറഞ്ഞിരിക്കുന്നതിനെ ഡിഗ്രി മെഷറിൽ നിന്നും റേഡിയൻ മെഷർ ആക്കുക. ഡിഗ്രി മെഷർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം 45 ഡിഗ്രി -47 ഡിഗ്രി 30 മിനിറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, റേഡിയൻ മെഷർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, π/180 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആരാണ്, 45 ഡിഗ്രി ആണ്. അപ്പൊ 45 ഇൻറ്റു, ഓക്കെ, റേഡിയൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, π/180 കൊണ്ട് ചെയ്താൽ മതി, π/180. ഓക്കെ, 45 ഇൻറ്റു 4 ആണ് എന്ത്, 180. സോ നമ്മൾ കട്ട് ചെയ്തു, 4 എഴുതി. ലാസ്റ്റ് എന്താണ് വന്ന, ഒരു π/4 വന്നു. അതായത് 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, റേഡിയനിലേക്ക് ആക്കിയപ്പോ, റേഡിയൻ മെഷറിലേക്ക് ആക്കിയപ്പോൾ അത് എന്തായി മാറി, π/4 ആയി മാറി. ഇനി നെക്സ്റ്റ് -47 ഡിഗ്രി
30 മിനിറ്റ് 2 യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഡിഗ്രിയും മിനിറ്റും നമുക്ക് ഫുൾ എന്തായിട്ടാണ് വേണ്ടത്, ഡിഗ്രി ആയിട്ടാണ് വേണ്ടത്. ഡിഗ്രി ആക്കിക്കൊണ്ട് എന്താക്കണം, പിന്നെ റേഡിയൻ മെഷറിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആരാണ് വേറെ ആയിട്ട് കിടക്കുന്നത്, മിനിറ്റ് ആണ്. ഈ മിനിറ്റിനെ എന്താക്കിയാൽ മതി, അപ്പൊ ഡിഗ്രി ആക്കിയാൽ മതി. അപ്പൊ ഈ ഫുൾ ടൈം എന്തായി മാറി, ഡിഗ്രി ആയി മാറിയില്ല. അപ്പൊ പിന്നെ നമുക്ക് റേഡിയൻ മെഷറിലേക്ക് ആക്കാൻ എളുപ്പമാണ്. അപ്പൊ നമുക്കറിയാം മിനിറ്റിനെ ഡിഗ്രി ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, 60 മിനിറ്റ് ആണ്. എങ്കിൽ മിനിറ്റിനെ ഡിഗ്രി ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയായിരിക്കും പറഞ്ഞേ, ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും, ഈ മൈനസ് നമുക്ക് വെളിയിലിടാം. ഓക്കെ, മൈനസ് പുറത്തിട്ടു 47 ഡിഗ്രി 30 മിനിറ്റ്. അതായത് മൈനസ് പുറത്തിട്ടു 47 30 ബൈ മിനിറ്റിനെ എന്താക്കാൻ പോവാണ്, നമ്മൾ ഡിഗ്രി ആക്കാൻ പോവാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 60 30 ബൈ 60. ഓക്കെ, ഡിഗ്രി കൊടുത്തു. ഇനി 47 ഇതെന്താണ്, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1/2 കിട്ടും. അപ്പൊ 47 1/2 ഡിഗ്രി കിട്ടും. ഓക്കെ, ഈ അകത്ത് കിടക്കുന്ന എന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ ആണ് കിടക്കുന്നത്. അതിനെ നമുക്കൊരു പ്രോപ്പർ ആയിട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് എന്ത് ചെയ്യണം, 2 × 47 2 × 47 എന്താണ് വരുന്നത് പറഞ്ഞേ, 94. 2 × 47 94. 94 പ്ലസ് 1 94 പ്ലസ് 1 എന്താണ്, 95 മൈനസ് 95 ബൈ ഡിവൈഡഡ് ബൈ 2 എന്താണോ താഴെ കിടക്കുന്നത് അതേ ബൈ 2 ഡിഗ്രി വരും. ഓക്കെ, ഡിഗ്രി വരെ നമ്മൾ എഴുതി. ഡിഗ്രി ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അല്ല. നമ്മൾ ഈ മിനിറ്റും ഡിഗ്രി ആയിട്ട് കിടന്നതിനെ ഫുള്ള് ഡിഗ്രി ആക്കി അങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് നമുക്ക് എന്താക്കണം, ഇതിനെ റേഡിയൻ മെഷറിലേക്ക് ആക്കണം അല്ലേ. റേഡിയൻ മെഷറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിഗ്രി നമുക്ക് ഫുൾ കിട്ടിയതിനെ എന്ത് ചെയ്യണം, ഇൻറ്റു π/180 ചെയ്യണം. π/180 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -19 π/72 നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് convert the following radian measure into degree measure. അതായത് റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് ആക്കുക. റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയായിരുന്നു പറഞ്ഞേ, 180 ഡിവൈഡഡ് ബൈ പൈ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റേഡിയൻ മെഷർ എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. 6നെ ഡിഗ്രി മെഷർ ആക്കാൻ വേണ്ടിയിട്ട് 6 ഇൻറ്റു എന്ത് ചെയ്യണം, 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ മതി. 6 × 180 എത്ര കിട്ടും, കാൽക്കുലേറ്ററിൽ നോക്കുക അല്ലെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കുക. എത്ര കിട്ടും, 1080 കിട്ടും ഡിവൈഡഡ് ബൈ പൈ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 1080 ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3.14 വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പൈ എന്ന് പറയുന്നത് എന്താണ് 22 ഡിവൈഡഡ് ബൈ 7 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ 22 ഡിവൈഡ് ബൈ 7 എടുക്കാം. 22 ഡിവൈഡ് ബൈ 7 എടുക്കുമ്പോൾ എന്ത് പറ്റും, ഇവിടെ 22 ഡിവൈഡഡ് ബൈ 7 വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1080 ഡിവൈഡഡ് ബൈ ഈ 7നെ അങ്ങ് മേളിൽ കൊണ്ടുപോകാം. 22 അവിടെ തന്നെ നിൽക്കും, ഇൻറ്റു 7 ആയി മാറും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ എന്താ നോക്കിക്കേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 7 പൈ ഡിവൈഡഡ് ബൈ 6. അതായത് ഈ റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷർ ആക്കുക. അവിടെ എന്ത് ചെയ്താൽ മതി, 7 പൈ ഡിവൈഡ് ബൈ 6 ഇൻറ്റു റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 180 ഡിവൈഡഡ് ബൈ പൈ. 180 ഡിവൈഡ് ബൈ പൈ ചെയ്യുക. പൈ ഇവിടെ ക്യാൻസൽ ആക്കി കളയാം. ക്യാൻസൽ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ആക്കി കളയാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടുന്നത് നോക്കുക. ക്ലിയർ? നെക്സ്റ്റ് 11/16 റേഡിയൻ. 11/16 റേഡിയനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഗ്രി മെഷറിലേക്ക് ആക്കണം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. 11/16 ഇൻറ്റു റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ മതി. ഇവിടെ പൈ ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പൈക്ക് 22/7 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ 11 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, ഈ പൈക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്, 22/7 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 7 അങ്ങ് ന്യൂമറേറ്റർ കയറി പോവും. 22/7 22ന് താഴെ കിടക്കുന്ന 7 എന്തായി പോവും, അങ്ങ് മേളിൽ കയറി പോവും. അപ്പം ഇൻറ്റു 7 ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, ഈ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് 39.375. ഇവിടെ കൊണ്ട് നിൽക്കരുത്, കാരണം നിർത്തരുത്. ഈ 39.375 ഡിഗ്രി നമുക്ക് കിട്ടി. ഓക്കെ, ഡിഗ്രിയുടെ സബ് യൂണിറ്റ് ആണ് എന്ത്, മിനിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ 0.375നെ നമ്മൾ എന്തിലേക്കാക്കണം, അത് ഡിഗ്രിയാണ്. 0.375 എന്ന് പറയുന്നത് ഡിഗ്രിയാണ്.
അതിനെ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പക്ഷെ ഈ 39 ഡിഗ്രി നമുക്ക് ആദ്യം എഴുതാം. 39 ഡിഗ്രി. ഓക്കെ, 39 ഡിഗ്രി നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് ഈ 0.375 എന്ന് പറയുന്ന ഈ ഒരു ഡിഗ്രിയെ നമ്മൾ എന്തിലേക്കാക്കണം? മിനിറ്റിലേക്കാക്കണം. ഡിഗ്രിയെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 60 ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 60. സോ 0.375 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 22.5 കിട്ടും. സോ നമ്മൾ ഈ 22.5 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഡിഗ്രിയെ മിനിറ്റ് ആക്കി. സോ നമുക്ക് റിസൾട്ട് എന്താണ്? മിനിറ്റിലാണ് കിട്ടുന്നത്. ഇത് 22.5. അവിടെ നമ്മൾ എന്തെടുത്തു? ഈ 22 മാത്രം ഇങ്ങ് എടുത്തു. 22 മിനിറ്റ് എന്ന് ഇട്ടു. ഓക്കെ, മിനിറ്റിന്റെ സബ് യൂണിറ്റ് ആരാണ്? സെക്കൻഡ്. സോ ഈ 0.5 എന്ന് പറയുന്ന ഈ ഒരു മിനിറ്റിനെ നമ്മൾ സെക്കൻഡ് ആക്കാൻ പോവാണ്. 0.5 എന്ന് പറയുന്ന ഈ മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ ഇൻറ്റു 60 ചെയ്താൽ മതി. 0.5 ഇൻറ്റു 60 എന്ത് കിട്ടി നമുക്ക്? 30 കിട്ടി. അതായത് 30 സെക്കൻഡ്. ഓക്കെ, ഇതിനപ്പുറം ഒരു യൂണിറ്റ് വരികയാണെങ്കിൽ എന്താണ്? സെക്കൻഡ് കൊണ്ട് അങ്ങ് നിർത്തണം. അതാണ് നമ്മുടെ ഫൈനൽ യൂണിറ്റ്. അത്ര യൂണിറ്റ് വരെ ഉള്ളൂ. സോ അപ്പൊ നമ്മുടെ റേഡിയൻ മെഷർ, നമ്മുടെ ഡിഗ്രി മെഷർ എങ്ങനെയാന്ന് നോക്കിയേ. 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ് എന്നായി മാറി. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആർക്ക് ലെങ്തിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കിക്കേ, in a circle of diameter 40 cm, the length of a chord is 20 cm. Find the length of minor arc of the chord. അതായത് in a circle of diameter 40 cm, diameter 40 cm വരുന്ന ഒരു സർക്കിൾ. ഓക്കെ, ആ സർക്കിളില് the length of a chord is 20 meter. അതായത് 20 സെന്റിമീറ്റർ. അതായത് ആ സർക്കിളിലെ ഒരു കോഡിന്റെ ലെങ്ത്, നീളം എന്ന് പറയുന്നത് എന്താണ്? 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് വരച്ചു? ഡയഗ്രാം വരച്ചു. ആ ഡയഗ്രത്തിലെ സർക്കിളിന്റെ ഡയമീറ്റർ എന്താണ്? 40 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് വരും. ഇതെന്ന് പറയുന്നത് എന്താണ്? 40 സെന്റിമീറ്റർ ആണ്. ആ സർക്കിളിലുള്ള ഒരു കോഡാണ് ഇത്. ആ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 20 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദി കോഡ്. അങ്ങനെയാണെങ്കിൽ ആ കോഡിന്റെ മൈനർ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ ഈ ഒരു കോഡ് ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡിന് 2 ആർക്കുകൾ വരാം. ഒന്ന് മേജർ ആർക്കും 2 മൈനർ ആർക്കും. മൈനർ ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ കോഡ് ഇത്രയും വരുന്നതാണ് മൈനർ. ഓക്കെ, ഈ ബാലൻസ് കിടക്കുന്നതാണ് എന്ത്? മേജർ ആർക്ക്. ആ കോഡിന്റെ മേജർ ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ബാലൻസ് കിടക്കുന്നത്. മൈനർ ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും പോർഷൻ ആണ് ആ കോഡിന്റെ മൈനർ ആർക്ക് എന്ന് പറയുന്നത്. ആ മൈനർ ആർക്കിന്റെ ലെങ്ത്, അതായത് എന്താണ്? ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. L is equal to R തീറ്റ. അപ്പൊ നമുക്ക് എന്ത് വേണം? R വേണം, തീറ്റ വേണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നെങ്കിൽ, ആർക്ക് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഡിഗ്രി മെഷറിലൊക്കെയാണ് കിടക്കുന്നെങ്കിൽ അതിനെ റേഡിയൻ മെഷറിലാക്കിയിട്ട് പിന്നെ ചെയ്യാവൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം? R വേണം. ഡയമീറ്റർ എത്രയാണെന്ന് നമുക്കറിയാം. പറഞ്ഞേ. 40 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഡയമീറ്റർ 40 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? R is equal to D by 2, diameter by 2 ആണ്. അതായത് 40 cm divided by 2 which is equal to എത്രയാണ്? 20 cm. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 20 cm നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തറിയണം? തീറ്റ. അവിടെ ഉണ്ടാവുന്ന ആംഗിൾ നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് കോഡ് ഇതാണ്. ഓക്കെ, ആർക്ക് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. കോഡ് എന്താണ്? 20 സെന്റിമീറ്റർ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? 20 സെന്റിമീറ്റർ. കാരണം ഇത്രയെന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? 20 സെന്റിമീറ്റർ. ഈ ആർക്ക് സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് അറിയണം. സെൻട്രൽ ആംഗിൾ നമുക്ക് അറിയണം. അപ്പൊ ഇതും എന്താണ്? 20 സെന്റിമീറ്റർ. ഇതും 20 സെന്റിമീറ്റർ. ഇതും 20 സെന്റിമീറ്റർ. അതായത് ഒരു ട്രയാങ്കിൾ അല്ലേ അപ്പൊ അവിടെ കണ്ടത് നമ്മള്? ആ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണ്. അങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മളൊരു പേര് പറയാം. എന്തായിരുന്നു? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ആ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്തായിരിക്കും? പറഞ്ഞേ. 60 ഡിഗ്രി ആയിരിക്കും. 3 സൈഡിലുള്ള ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ സൈഡിലുള്ള ആംഗിൾ പോരെ. കാരണം ഈ ആർക്ക് ലെങ്ത് നമ്മുടെ സർക്കിളിന്റെ സെന്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത്. സോ ഈ ആംഗിൾ എന്താണ്? 60 ഡിഗ്രി. എല്ലാ ആംഗിളും 60 ഡിഗ്രി തന്നെയാണ്. സോ 60 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. 60 ഡിഗ്രി. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആർക്ക് ലെങ്ത് ഒക്കെയാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമ്മൾ എന്താക്കണം?
റേഡിയൻ മെഷറിലേക്ക് അതിനെ ആക്കണം. ഡിഗ്രീനെ റേഡിയൻ മെഷറിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? π/180 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 60 × π/180. ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? 3 വരും. വിച്ച് ഈസ് ഈക്വൽ ടു π/3. റേഡിയന് ഫുൾ എഴുതണം എന്നില്ല, π/3 റാഡ് എന്ന് എഴുതിയാൽ മതി. π/3 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇങ്ങനൊക്കെ എഴുതിയാലും മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാം കിട്ടി. ഇനി അങ്ങോട്ട് ഇൻഡു ചെയ്ത് കൊടുത്താൽ മാത്രം മതി. L is equal to arc length is equal to r theta. R എന്ന് പറയുന്ന 20 സെന്റിമീറ്റർ, തീറ്റ എന്ന് പറയുന്ന π/3. ഇവിടെ പൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 22/7 എടുക്കാം, 3.14 എടുക്കാം. കാരണം 22/7 എടുത്തത് കൊണ്ട് എന്താണ്, ഇവിടെ പ്രത്യേകിച്ച് വെട്ടിക്കളയാനൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ 22/7 എടുക്കുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 3.14 തന്നെ എടുത്ത് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 3.14 ആണ് എടുത്തിരിക്കുന്നത്. 20 × 3.14 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 20.933 എന്നാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ ടോപ്പിക് ആയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് പോകുന്നത്. ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട്, ഒരു ഇച്ചിരി പാടാണ്, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ കുറെ ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഓർത്തിരിക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് പോവാലോ. നമുക്ക് ഫസ്റ്റ് എന്ത് വെച്ചിട്ട് തുടങ്ങാം? നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ഈ ഫിഗർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. കാരണം ഇവിടുത്തെ എന്താണ് വരുന്നത്? റൈറ്റ് ആംഗിൾ ആണ് വരുന്നത്. ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. സോ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. 90 ഡിഗ്രി ആണ് ഇതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ എടുത്തു. ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എക്സ് ആക്കി എടുക്കാം, തീറ്റ ആക്കി എടുക്കാം, ഏത് വേണേലും എടുക്കാം. ഓക്കെ, ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുത്തു എങ്കിൽ സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ ആംഗിളിന്, നമ്മൾ എടുത്ത ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സൈഡ് ആണ് എന്ത്? നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആണ് എന്ത്? ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ 90 ഡിഗ്രിക്ക് അല്ല 90 അങ്ങനെ വായിക്കരുത്. 90 ഡിഗ്രി ആണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന്. ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സൈഡ് കിടക്കുന്ന ആരാണോ അതാണ് ഹൈപ്പോടെന്യൂസിന്. നമ്മുടെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡാണ് എന്ത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സൈൻ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്, വിച്ച് ഈസ് ഈക്വൽ ടു ഈ ട്രയാംഗിളിൽ നിന്ന് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ഏതാ നോക്കി? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, സോറി ഹൈപ്പോടെന്യൂസ് ഏതാ നോക്കി? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആരാണ്? എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏത് സൈഡാണ്? എ സി. സൈൻ എക്സ് കിട്ടി. ഇനി അടുത്തത് കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോടെന്യൂസ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അതായത് ബേസ് ആയിട്ടുള്ള സൈഡാണ് എന്ത്? അഡ്ജസന്റ് എന്ന് പറയുന്നത്. അതായത് ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്ന സൈഡ്. അപ്പൊ ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്ന സൈഡ് ആരാണ്? ബി സി. സോ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ബി സി. ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡ് എന്താണ്? എ സി. ഇനി അടുത്ത ടാൻ എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആരാണ്? എ ബി. ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്ന് പറയുന്നത് ആരാണ്? ബി സി. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് കിട്ടി. ഇനി ഇവരുടെ എല്ലാം റെസിപ്രോക്കൽ ആയിട്ടുള്ള വേറെ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ, അതായത് ഇപ്പൊ 2ന്റെ റെസിപ്രോക്കൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? 1/2. കാരണം 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2/1 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2. ഓക്കെ, അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? 1/2 എന്ന് എഴുതത്തില്ലേ? അപ്പൊ ഈ സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ, സൈൻ എക്സിനെ തിരിച്ചിടുക. ഓക്കെ, അപ്പൊ എന്തായി മാറും? 1/sin x ആയി മാറും. ആ സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ ആരാണ്? കൊസീക് എക്സ്. സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ ആരാണ്? കൊസീക് എക്സ്. അതായത് കൊസീക് എക്സ് ഈക്വൽ ടു 1/sin x. ഇനി അടുത്തത് കോസ് എക്സിന്റെ റെസിപ്രോക്കൽ. സൈൻ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നയാ, സൈൻ എക്സ്. അതായത് സൈൻ എക്സ് ബൈ 1. ഇതിനെ തിരിച്ചിടുമ്പോ എന്തായി മാറും? 1/sin x എന്നായി മാറും റെസിപ്രോക്കൽ. ഓക്കെ, മനസ്സിലായി റെസിപ്രോക്കൽ എന്താണ്? ഇനി കോസ് എക്സിന്റെ റെസിപ്രോക്കൽ 1/cos x എന്ന് പറയുന്നത് എന്താണ്? സീക് എക്സ്.
ഓക്കെ, ഇനി അടുത്തത് ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ എന്താണ്? കോട്ട് എക്സ്. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ ആണ് ആരൊക്കെ? കൊസീക് എക്സ്, സീക് എക്സ്, കോസ് എക്സ്, കോട്ട് എക്സ്. ഇനി അടുത്തത് ഈ സൈൻ ബൈ കോസ്, സൈൻ എക്സ് ബൈ കോസ് എക്സ്, അല്ലെങ്കിൽ പഠിക്കാൻ പാടുണ്ടെങ്കിൽ സൈൻ ബൈ കോസ് ഈക്വൽ ടു എന്താണ്? ടാൻ ആണ്. ഓക്കെ, അടുത്ത കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് ആണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്തു നോക്കാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് ഞാൻ എഴുതി. സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോ ബൈ, ഞാൻ ഫുൾ എഴുതുന്നില്ല, ഓപ്പോ ബൈ ഹൈപ്പോടെന്യൂസ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്താണ്? ദ ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോടെന്യൂസ്, അഡ്ജസെന്റ് ബൈ ഹൈപ്പോടെന്യൂസ്. ഈ ഹൈപ്പോടെന്യൂസും ക്യാൻസൽ ആക്കി. ഓക്കെ, അപ്പൊ എന്ത് വരും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എന്താണ്? ടാൻ എക്സ് അല്ലേ? സോ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത കോസ് ബൈ സൈൻ എന്താണ്? കോട്ട് എക്സ്. ചെയ്ത് നോക്കുക, കിട്ടും. ഇനി അടുത്ത 3 ഇക്വേഷൻസ് ആണ്, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് എ പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. സീക് സ്ക്വയർ എക്സ് എ മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. കൊസീക് സ്ക്വയർ എക്സ് എ മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനൊക്കെ ചില ആംഗിളിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ കുറച്ച് ആംഗിൾസും അതിന്റെ വാല്യൂസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പൈ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ 2π എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രി. അതായത് 2 × 180 വിച്ച് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി നമുക്ക് ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നോക്കാം. സൈൻ 0 ഡിഗ്രി, ഇപ്പൊ നമ്മൾ സൈൻ തീറ്റ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ സൈൻ എക്സ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ഇതിന് പകരം എന്ത് കൊടുത്തു? ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്തു, അതിന്റെ ആ ആംഗിൾ അങ്ങ് ഇട്ട് കൊടുത്തു. അതായത് സൈൻ 0 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ 30 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പൊ സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 0 ഡിഗ്രിയുടെ വാല്യൂ 0 ആണ്. ഇനി സൈൻ 30 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ π/6 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ഈ സൈൻ π/6 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. സൈൻ പൈ എന്ന് പറയുന്നതാണ് 180. 180/6 ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 30 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ 30 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൈൻ 30 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് വരുന്നത്? ഈ π/6 വരുന്നത്. ഇനി അടുത്ത എന്താ നോക്കിക്കേ, സൈൻ 45 ഡിഗ്രി അല്ലെങ്കിൽ π/4. പൈക്ക് 180 കൊടുക്കുക, ഡിവൈഡഡ് ബൈ 4 നിങ്ങൾക്ക് 45 കിട്ടും. അതായത് സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ π/4 എന്ന് പറയുന്നത് എന്താണ്? 1/√2. നെക്സ്റ്റ് സൈൻ 60 ഡിഗ്രി അല്ലെങ്കിൽ π/3 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? √3/2. നെക്സ്റ്റ് സൈൻ 90 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ π/2ന്റെ വാല്യൂ എന്താണ്? 1. നെക്സ്റ്റ് സൈൻ 180 അല്ലെങ്കിൽ സൈൻ പൈയുടെ വാല്യൂ എന്താണ്? 0. സൈൻ 270 അല്ലെങ്കിൽ സൈൻ 3π/2ന്റെ വാല്യൂ -1. സൈൻ 360 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ 2πയുടെ വാല്യൂ എന്താണ്? 0. ഈ സൈൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കോസ് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ തൊട്ട് ഈ 0 ഡിഗ്രി മുതൽ ഈ π/2 വരെ നോക്കിയേ. ഓക്കെ, ഇനി കോസ് ഒന്ന് നോക്കിക്കേ. ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്നു, π/2 വരെയാണേ. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. ഈ വാല്യൂസ് എല്ലാം എന്താണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് കോസിന്റെ വരുന്നത് അല്ലേ? 0, 1/2, 1/√2, √3/2, 1. ഇതിനെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരിക. 1, √3/2, 1/√2, 1/2, 0. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ റൈറ്റിൽ നിന്ന് എന്ത് പോകുന്നു? ലെഫ്റ്റിലേക്ക് പോകുന്നു ആ വാല്യൂസ്. ഓക്കെ, 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ, 0 ഡിഗ്രി മുതൽ അല്ലെങ്കിൽ π/2 വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. ബാക്കി പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ടാനിന്റെ എന്താ നോക്കിയേ. ടാൻ 0 ഡിഗ്രി 0, ടാൻ π/6 1/√3, ടാൻ π/4 1, ടാൻ π/3 എന്താണ്? √3. ടാൻ 0 0, ടാൻ π/6 പഠിക്കുക 1/√3. അപ്പൊ തൊട്ട് π/6 കഴിഞ്ഞ് അടുത്ത ആംഗിൾ ആരാ വരുന്നത്? π/4. അപ്പൊ ഈ ന്യൂമറേറ്ററി കിടക്കുന്ന എഴുതുക. ഇനി തൊട്ട് അടുത്ത വാല്യൂ ആരാ വരുന്നത്? π/3. π/4 കഴിഞ്ഞ π/3, അത് കഴിഞ്ഞ് √3 അടുത്ത് എഴുതുക. ഓക്കെ, പിന്നെ നോട്ട് ഡിഫൈൻഡ്, ബാക്കിയെല്ലാം നോട്ട് ഡിഫൈൻഡ്. പൈ വരുമ്പോ 0, പൈയും 2πയും വരുമ്പോ എന്താണ്? 0 0. ബാക്കി രണ്ടും വരുമ്പോ നോട്ട് ഡിഫൈൻഡ്. ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ
ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഈ സൈന്റെയും കോസിന്റെയും ടാന്റെയും ഒക്കെ എന്താണ് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒക്കെ റെസിപ്രോക്കൽ ആണ് ആര്? കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, സൈനിന്റെ ആണ് കൊസീക്ക്, കോസിന്റെ ആണ് സീക്ക് ആൻഡ് ടാനിന്റെ ആണ് എന്ത്? കോട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ആരൊക്കെ? കൊസീക്ക്, സീക്ക്, കോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൈന്റെയും കോസിന്റെയും ടാന്റെയും റെസിപ്രോക്കൽ ആണ് ഇവരെല്ലാം. അപ്പൊ എന്തായിരിക്കും ഇവരുടെ വാല്യൂസ്? എന്തായിരിക്കും? റെസിപ്രോക്കൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? നോക്കാം എന്താ നമുക്ക്. സൈൻ 0 ഡിഗ്രി എന്താണ്? 0 ആണ്. കോസ് 0 ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്, ND എന്ന് ഇട്ടേക്കുന്നത്. അതായത് 0/1 ഈക്വൽ ടു എന്താണ്? 0. ഓക്കെ, അപ്പൊ സൈൻ 0 ഡിഗ്രി എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കൊസീക്ക്. അപ്പൊ എന്താണ് ഇത്? 0/1 എന്ന് വരും. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോ എന്ത് വരും? 1/0 എന്ന് വരും. 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. സോ കോസ് 0 ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. അടുത്ത വാല്യൂ എടുത്ത് നോക്കാം. സൈൻ π/6 1/2. കൊസീക്ക് π/6 അല്ലെങ്കിൽ 30 ഡിഗ്രി എന്താണ്? 2. 1/2ന്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് വരും? 2/1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. ഇത് എടുത്തേക്കുന്ന റെസിപ്രോക്കൽ ആണ് കേട്ടോ, ഇത് ഇതിന് ഈക്വൽ അല്ല. റെസിപ്രോക്കൽ നമ്മൾ എടുത്തേക്കാണ് 2/1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2/1 ഈക്വൽ ടു 2 ആണ്. 2 കിട്ടി. ഓക്കെ, ഇനി അങ്ങനെ എല്ലാം നിങ്ങൾ എടുത്തു നോക്കുക, നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത് സീക്കിന്റെ എടുക്കാം. സീക്കിന്റെ 45 ഡിഗ്രി എടുക്കാം. ഓക്കെ, കോസും സീക്കും അല്ലേ? അതായത് സീക്ക് എക്സ് ഈക്വൽ ടു 1/cos x. cos x ന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? സീക്ക് എക്സ്. അപ്പൊ കോസ് 45 ഡിഗ്രി എന്താണ്? 1/√2. അങ്ങനെ ആണെങ്കിൽ സീക്ക് 45 ഡിഗ്രി എന്തായിരിക്കും? പറഞ്ഞേ. √2 ആയിരിക്കും. 1/√2ന്റെ റെസിപ്രോക്കൽ √2/1, അതായത് √2. നോക്കിക്കേ, √2 അല്ലേ? ഇനി അടുത്ത നമുക്ക് എന്തെടുക്കാം? കോട്ടിന്റെ 90 ഡിഗ്രി എടുക്കാം. അതിന്റെ വാല്യൂ നോക്കാം. ഓക്കെ, കോട്ടും ടാനും തമ്മിലാണ്. ടാനിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ടാനിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ടാൻ 90 ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ്. സോ കോട്ട് 90 ഡിഗ്രി എന്താണ്? 0. നോട്ട് ഡിഫൈൻഡ് വരുമ്പോൾ ടാൻ 90 ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് വന്നു. അപ്പൊ എന്തോന്നു? കോട്ട് 90 ഡിഗ്രി എന്ത് വന്നു? 0 വന്നു. ഓക്കെ, അങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ അറേഞ്ച് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ സൈനും കോസും ടാനും നല്ലപോലെ പഠിച്ചു കഴിയുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സാം വരുമ്പോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നല്ലപോലെ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. 2 sin square π/6 plus cosec square 7 π/3 into cos square π/3. sin π/6, cos 7 π/6, cos π/3 ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരാളെ മാത്രം അറിയത്തില്ല, കൊസീക്ക് 7 π/3. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 sin square π/6, 2 അതുപോലെ എഴുതാം. 2 അതുപോലെ എഴുതി. ഇൻറ്റു sin square π/6. sin π/6 എന്താണ്? 1/2 ആണ്. സൈൻ സ്ക്വയർ വന്നു, അതായത് നമ്മൾ ആ വാല്യൂവിനെ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അതായത് 1/2നെയും സ്ക്വയർ ചെയ്യുക. സൈൻ സ്ക്വയർ വന്നോണ്ട് സോ 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് കൊസീസ് സ്ക്വയർ 7 π/6. അതിനെ ഞാൻ ഇങ്ങനെ എഴുതി. കൊസീക്ക് സ്ക്വയർ 6π പ്ലസ് π/3. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? 6π പ്ലസ് π എന്ത് കിട്ടും? 7π. 7π/3 എന്ന് തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിതിനെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ച വാല്യൂസ് ആക്കി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് ഇപ്പൊ കോസ് 6π ഒക്കെ വരികയാണെങ്കിൽ, കോസ് 7π ഒക്കെ വരികയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് കൊസീക്ക്, കോസ് അല്ല, കൊസീക്ക് 2π ആണോ, കൊസീക്ക് π/3 വരുമോ, കൊസീക്ക് π/4ലേക്ക് ആക്കാൻ പറ്റുമോ, നമുക്ക് അറിയാവുന്ന വാല്യൂസുമായിട്ട് ഇവരെ സെപ്പറേറ്റ്, ഇവരെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. നോക്കാം. 6π പ്ലസ് π/3 കിട്ടും. ഈ /3 ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. 6πക്കും കൊടുത്തു പ്ലസ് അപ്പുറത്ത് കിടക്കുന്ന പൈക്കും കൊടുത്തു. അപ്പൊ അതെന്തായി മാറും? 6π/3 പ്ലസ് π/3 എന്നായി മാറില്ല. ഇങ്ങനെ വരും. 6π/3 പ്ലസ് π/3 എന്നായി മാറും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ. ഇത് ആഡ് ചെയ്യുമ്പോ എന്ത് തന്നെ കിട്ടും? ഈ മേളിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 6π/3 എന്ന് പറയുന്നത് എന്ത് വരും? ക്യാൻസൽ ചെയ്യാം. 3 × 2 അല്ലെ 6, 2π കിട്ടും. π/3 കൊസീക് π/3 നമുക്ക് വാല്യൂ അറിയാം, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയാ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും?
നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് കിട്ടും. സോ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇൻറ്റു കൊസീക് പൈ ബൈ 3, കോസ് പൈ ബൈ 3. കോസ് പൈ ബൈ 3 എന്താണ്? 1/2. ഇവിടെ കോസ് സ്ക്വയർ ആണ്. സോ 1/2ന്റെ സ്ക്വയർ, അതായത് 1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ എന്താണ്? 2 ഇൻറ്റു 1/4 എന്ന് വരും. 1/2ന്റെ സ്ക്വയർ 1/2 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് എന്ത് വരും? 1/4 വരും. 2 ഇൻറ്റു 1/2, ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യുക. 2 ഇൻറ്റു 2 അല്ലേ 4 വരുന്നത്. സോ ഈ 2 ഇവിടെ എഴുതുക. ഓക്കെ, എന്ത് വരും? അപ്പോൾ ഇവിടെ ബാലൻസ് 1/2 വരൂ. 1/2 എഴുതി. കൊസീക്ക് സ്ക്വയർ, ഇവിടെ 2π എഴുതി, പ്ലസ് ബാലൻസ് ഉള്ള π/3 എഴുതി. 1/2ന്റെ സ്ക്വയർ 1/2 ഇൻറ്റു 1/2 എന്ത് വരും? 1/4. അതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, 1/2 കൊസീക്ക് സ്ക്വയർ 2π. കൊസീക്ക് 2π എന്താണ്? നോട്ട് ഡിഫൈൻഡ്. അപ്പൊ അവിടെ സ്ക്വയർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നോട്ട് ഡിഫൈൻഡ്, ഡിഫൈൻ ചെയ്തിട്ടില്ല, അവിടെ ഒരു വാല്യൂ ഇല്ല. ഇനി കൊസീക്ക് π/3, പിന്നെ ആരാ അവിടെ ഉള്ള? കൊസീക്ക് π/3. കൊസീക്ക് π/3 എന്താണ്? 2/√3. ഇവിടെ കൊസീക്ക് π/3 മാത്രമല്ല, കൊസീക്ക് സ്ക്വയർ π/3 ആണ്. സോ കൊസീക്ക് π/3 ഏത് വാല്യൂ ആണോ അതിനെ സ്ക്വയർ ചെയ്യുക. കൊസീക്ക് സ്ക്വയർ π/3 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? അതിന്റെ വാല്യൂവിനെയും സ്ക്വയർ ചെയ്യുക. 2/√3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 2/√3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, 1/2 അതുപോലെ എഴുതി. പ്ലസ് 2/√3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. 2/√3 വിച്ച് ഈസ് ഈക്വൽ ടു 4/√3 ഇൻറ്റു √3 എന്താണ്? 3 ആണ്. ഏത് നമ്പർ റൂട്ടിന്റെ അകത്ത് സെയിം നമ്പേഴ്സ് വരികയാണെങ്കിൽ അത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ് കിട്ടും? ആ നമ്പർ തന്നെ കിട്ടും, റൂട്ട് മാറും. ഓക്കെ, സോ √3 ഇൻറ്റു √3 എന്താണ്? 3. 4/3. 4/3 ഇൻറ്റു പിന്നെ ആരാണുള്ളത്? 1/4 ആണുള്ളത്. ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. 1/2 പ്ലസ് 1/3 ഉണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? 5/6 കിട്ടും. അത് ആഡ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലേ? ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് എന്ത് വരും? 1/3 എന്ന് വരും. 1 ഇൻറ്റു 3 3 പ്ലസ് 2 ഇൻറ്റു 1 എന്താണ്? 2 തന്നെ. അതായത് 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക 6 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5/6 എന്ന് കിട്ടും. ഓക്കെ.